ആ കൃഷ്ണനെ രജസ വർത്തമാനോ നിവേശയൻ അമൃതം മർത്യമച്ച. ആ കൃഷ്ണനെ രജസ വർത്തമാനോ. ഓ, എന്താ ഈ കുട്ടികൾ പറയണത്? എത്ര പറഞ്ഞാലും മനസ്സിലാവണില്ലാച്ചാ. എന്താ ചെയ്യുക? ഏറ്റു ചൊല്ലുക. ഹിരണ്യേന സവിത രഥേന ദേവോ യാതി ഭുവനാനി പശ്യൻ. ആ കൃഷ്ണനെ രജസ വർത്തമാനോ നിവേശയൻ അമൃതം മർത്യമച്ച. എത്ര വട്ട ഓതിത്തരിക, എന്നിട്ടും മനപ്പാടമാക്കാൻ പറ്റണില്ലാച്ചാ. ഞാനീ പണിമതിയാക്കി അങ്ങോട്ട് മടങ്ങുക. എന്നെ കൊണ്ടാവില്ല ഈ കുഷ്മാണ്ടങ്ങളെ പഠിപ്പിക്കാൻ. തറവാട്ടുമാക്കിമ കൊണ്ട് പള്ളം നിറയ്ക്കാമെന്നല്ലാണ്ട് ചിരസിനകത്ത് വെളിച്ചം കയറണമെന്നില്ല. അതിന് ഈശ്വര കടാക്ഷം കൂടി ഉണ്ടാവണം. നിങ്ങളെ ചൊല്ലിപ്പഠിപ്പിക്കാൻ ഈശ്വരൻ തന്നെ വരേണ്ടി വരും. അല്ലാണ്ട് നിങ്ങൾ എന്തിനാണ് ഗുരുനാഥനെ ശുണ്ഠി പിടിപ്പിക്കുന്നത്? ഗുരുനാഥന്റെ വാക്കുകളെ ഈശ്വര വചനങ്ങളായി കാണണമെന്നല്ലേ? എത്ര ഓതിയിട്ടും ഈ കുട്ടികൾക്കൊന്നും മനസ്സിലാവണില്ല. അത് ഓദിക്കേണ്ട കുഴപ്പമല്ല, ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൻ്റെതാണ്. ഗുരു പരമദൈവതം കേട്ടിട്ടില്ലേ? ഗുരുവാണ് ഏറ്റവും വലിയ ദൈവം. അദൃശ്യനായ ദൈവത്തെ വാക്കുകൊണ്ടും വരകൊണ്ടും അറിവുകൊണ്ടും ദൃശ്യമാക്കി തരുന്നവനാണ് ഗുരുനാഥൻ. നിങ്ങൾ ഗുരുനാഥനിലൂടെ കാണുന്നത് ഈശ്വരനെ തന്നെയാണ്. അങ്ങയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ചൊല്ലിക്കൊടുത്തോട്ടെ? എന്തു വിരോധം? സന്തോഷമേ ഉള്ളൂ. അഭീവൃതം കൃഷ്ണൈർവിശ്വരൂപം ഹിരണ്യശമ്യം യജതോ ഹൃദന്തം യജതോ ഹൃദന്തം. ആ കൃഷ്ണനെ രജസാ വർത്തമാനം നിവേശയന്നമൃതം മർത്യമച്ഛ ഹിരണ്യേന സവിത രഥേന ദേവോ യാതി ഭുവനാനി പശ്യൻ. ഞാനൊരു വഴിപോക്കനാണ്. ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഒന്ന് നിൽക്കൂ. അങ്ങ് എവിടുന്നാണെന്നോ ആരാണെന്നോ ഞാൻ ചോദിച്ചുമില്ല, അങ്ങൊന്നും പറഞ്ഞുമില്ല. അങ്ങനെ പരിചയപ്പെടുത്താൻ മാത്രം വലിയ ആളൊന്നുമല്ല ഞാൻ. തൃക്കുപാലീശ്വര ഭഗവാന്റെ മണ്ണിലെ നിരണമാണ് ദേശം. പേര് കണ്ണശപ്പറമ്പിൽ രാമപ്പണിക്കർ. ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. കണ്ണശ പ്രസ്ഥാനത്തെക്കുറിച്ചും രാമപ്പണിക്കരെക്കുറിച്ചും ധാരാളം കേട്ടിരിക്കുന്നു. അങ്ങേ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെ സന്തോഷം. എനിക്കും ദൂരമേറെ ഇനിയും താണ്ടാനുണ്ട്. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം.
ഈ രാമപ്പണിക്കർ നിരണമെന്ന ദേശത്തിന് പേരും പെരുമയും നേടിക്കൊടുത്ത നവോത്ഥാന നായകൻ. ദേവഭാഷയിൽ നിന്നും ഈശ്വരന്മാരെയും ഈശ്വര ചിന്തകളെയും സാമാന്യ ജനങ്ങൾക്ക് സ്വായത്തമാക്കി കൊടുത്ത ചരിത്ര പുരുഷൻ. രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തോരു ദുഷ്ടയാം രാമനായി സർവേശ്വരനായി താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോട് എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തൊരു ദുഷ്ടയാം തടാകയെ പദ്ധതി മധ്യേ കുന്നു സത്തുരം ചിത്താശ്രമം. രാമ, രാമ, ജപമെല്ലാം പഠിച്ചല്ലോ. അമ്മാവന്മാരെക്കാൾ കേമനാകും നമ്മുടെ രാമൻ. മാധവ, രാമന് അക്ഷരം ചൊല്ലിക്കൊടുക്കേണ്ട സമയമായി. ദശമിക്ക് ആട്ടെ അമ്മേ. ആയിക്കോട്ടെ മോനെ. രാമ, ഒന്നുകൂടി ചൊല്ലിക്കേ, കേക്കട്ടെ. രാമ, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്ക. മോൻ പഠിച്ചു മിടുക്കനായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വരണം കേട്ടോ. നല്ല കുഞ്ഞായിട്ട് വരണേ കേട്ടോ. ഉമ്മ. ഗണനായകനായ വാനോർക്കോനോട് വാണിയെ മനസാ ചിന്തിച്ചേ ഗുരു സർവപദാംബുജ ചിന്താമണി പുനര് ഇതിനരുളാലേ മന്ദപ്രജ്ഞന്മാർക്ക് അറിവാനായി മനുകുല തിലകനുടെ വൃത്താന്തം ഇത് അന്ധൻ ഞാൻ കേവലമെങ്കിലും ഒട്ടായ പ്രകാരം ചൊല്ലിത്തുനിഞ്ഞേ. ചെങ്കോടാ, ചെങ്കോടന് അപ്പനൊപ്പം പോയില്ലേ? ഇല്ല, പോയില്ല. രാമന് വിദ്യ പഠിക്കാൻ ഇഷ്ടമാണോ? അതെന്താ ചെങ്കോട അങ്ങനെ ചോദിക്കാൻ? അറിയുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അറിയുക എന്നല്ലേ? വിദ്യ പഠിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എന്താ ചെങ്കോട? എനിക്കും വിദ്യ പഠിക്കണം രാമ. അതിനൊപ്പം നിന്റെ അപ്പൻ സമ്മതിക്കുമോ? അറിയില്ല, പക്ഷേ എനിക്കും വിദ്യ പഠിക്കണം. ശരി, വഴിയുണ്ടാക്കാം. എൻ്റെ ഒപ്പം പോന്നോളൂ.
എല്ലാം മനസ്സിലായി കാണുന്നു കരുതുന്നു. ഇനി എന്തേലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അവിടെ നിൽക്കുക. ആരാ ഇവൻ? ചെങ്കോടൻ എൻ്റെ അയൽവാസിയാണ്. ഇവനും ഇവിടെ നിന്ന് അക്ഷരം പഠിക്കണമെന്ന്. ഹ, അസംബന്ധം പറയുന്നോ? താൻ എന്താ കരുതിയേ? നീചകുലത്തിൽപ്പെട്ട ഇതിന് ഞാൻ അക്ഷരം പറഞ്ഞു കൊടുക്കണമെന്നോ? എന്ത് ധൈര്യത്തിലെ രാമ നീ ഇതിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? കടന്നു പോവാസത്തെ. ഇവിടെ നിന്ന് അവന് 4 അക്ഷരം ചൊല്ലിക്കൊടുത്താൽ അങ്ങക്ക് എന്താണ് നഷ്ടം? രാമ, അധമകുലത്തിൽപ്പെട്ടവർക്ക് അക്ഷരവും അറിവും നിശ്ചിതമാണ്. അതാണ് നിയമം. ആരുടെ നിയമം? അറിവ് ഔദാര്യമല്ല, അവകാശമാണ്. അങ്ങേക്കുമുണ്ടോ അയിത്തം? ശൂദ്രന് വേദം പകർന്നാൽ ഞാൻ ഈ തൊഴിലുപേക്ഷിച്ച് നാട് വിടേണ്ടി വരും. രാമന് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, പഠിക്കാം. ചെങ്കോടാ, ചെങ്കോടാ. എനിക്കിനി പഠിക്കണ്ട രാമ. നിന്റെ ഗുരുനാഥന്മാരുടെ അടുത്തേക്ക് ഇനി ഞാനില്ല. ജാതിയും കുലവും മൈത്തവും എൻ്റെ ഗുരുനാഥനേ ഉള്ളൂ, എനിക്കില്ല. നിനക്ക് വിദ്യ ഞാൻ പകർന്നു തരാം ചെങ്കോടാ. രാമ, വേഗം കേറി വാ. വരുന്നു. അശേഷ ജഗത് പരിപൂർണവും ആയേ ആനന്ദാമൃതസാരം അരൂപം അശേഷ ജഗത് പരിപൂർണവും ആയേ താൻ അന്തവുമാദിയുമില്ലാത്ത ചരാചരഭൂതനിദാനസ്വരൂപം മാനം കൊണ്ട് അറിവാൻ അരുതായി അരുമാമറയിൻ മുതലായൊരു നാളും ദിനം വരാതൊരു പരാപര ദിവ്യാത്മനാം വന്ദിക്കുന്നേ പരാപര ദിവ്യാത്മനാം വന്ദിക്കുന്നേ പരാപര ദിവ്യാത്മനാം വന്ദിക്കുന്നേ. രാമ, അധികാരിയുടെ പൂണൂലിൽ കെട്ടിയിട്ട താക്കോൽക്കൂട്ടം പോലെയാണ് ഞങ്ങളുടെ ജീവിതം. ഒരു ദൂരക്കാഴ്ചയിൽ പോലും മൈത്തം പേറുന്നവർ. എന്നിട്ടും നീ എനിക്ക് അറിവും അക്ഷരവും പകർന്നു തന്നു. രാമായണം ചൊല്ലിത്തന്നു. ഭഗവാനായ രാമനെയും സീതാദേവിയെയും കാട്ടിത്തന്നു. ഈ അധമൻ്റെ ജീവിതത്തിൽ പുണ്യം പകർന്ന് നീ എനിക്ക് ഗുരുനാഥനാണ് രാമ. ഇതെൻ്റെ ഔദാര്യമല്ല ചെങ്കോട, അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇരിക്കൂ. ഈശ്വരന്മാരെ അറിയാനുള്ള അവകാശം ഈ അടിമക്കൂട്ടങ്ങൾക്കുമില്ല രാമ. വലിയവരുടെ ഭാഷ വേണ്ട, എൻ്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ
ഈശ്വരന്മാരെ കാണിച്ചു തരാൻ നിനക്ക് കഴിയില്ലേ? എൻ്റെ ജനത്തിന് വേണ്ടി, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. നീ എഴുതണം രാമ. ആഹാ, തമ്പുരാനോ? ഏറെ നാളായല്ലോ തമ്പുരാനെ ഒന്ന് കണ്ടിട്ട്. ഞാൻ കരുതി പുതിയ ദേവദാസിപുര തേടി നാടലയാൻ പോയിന്ന്. അലഞ്ഞു ഒരുപാട്. അവിടെങ്ങും നിന്നോളം പോന്നൊരു പെണ്ണിനെ ഞാൻ കണ്ടില്ല. സത്യം. സുഖിച്ചിരിക്കണു. എന്തേ പറ്റിയത് ചുണ്ടില്? അത് ആറങ്ങോട്ടെ തമ്പുരാന്റെ കാമഭ്രാന്ത്. അയാൾ വന്നിരുന്നു അല്ലേ? ഇന്നലെ. അയാളുടെ മൂന്നാം വിളിയും ഇല്ലം വിട്ടുപോയെന്നാ കേട്ടത്. കുടുംബക്കാരനാന്ന് പറയാൻ തന്നെ നാണുണ്ട്. ആത്തോമാരെ പോലെ ഇല്ലം വിട്ടോടാൻ അടിയങ്ങൾക്ക് കഴിയില്ലല്ലോ. ദേവസ്വപ്പറമ്പിലെ തേപിടിച്ചുപുരയിൽ കെട്ടിയിട്ട് പോയില്ലേ പട്ടം ദൈവത്തിൻ്റെ ദാസിമാർ. വിധിയോ വേശ്യാപ്പണി. ചോര കല്ലിച്ച പാടുകൾ ചുണ്ടിൽ മാത്രമല്ല, ശരീരത്തിൽ ആവോളം ഉണ്ട്. കാണണോ തമ്പുരാന്? അതൊക്കെ പോട്ടെ, എവിടെ നിന്റെ സന്താനം? ആ കഴകപ്പുരയിലുണ്ടാകും. ഇപ്പോൾ വാരിസാരുടെ കയ്യാളല്ലേ. അവൾക്കിപ്പോ എത്രയാ പ്രായം? 13. നല്ല പ്രായം. നാടുവഴിയുടെ അനന്തരവനെ വല്ല പൂതിയുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ ഇന്ദ്രസദസ്സിലെ മാധവിയൊന്നുമല്ല, എൻ്റെ മകൾ മണിമേഖലയുമല്ല. നാട്ടിലെ കരപ്രമാണിമാർക്ക് വേണ്ടി ഉടുതുണിയിരിയുന്ന ദേവദാസി പെണ്ണിന്റെ ഗതികെട്ട പാരമ്പര്യം എൻ്റെ മകൾക്കുണ്ടാവില്ല. ഒരു വാര്യസ്ത്രീയുടെ വേഷം കെട്ടി ഞാനീ കെട്ടിലെത്തുമ്പോൾ എൻ്റെ മകളുടെ പ്രായമാ എനിക്കെന്ന്. ഒന്നും മനസ്സിൽ കരുതി പറഞ്ഞതല്ല പെണ്ണെ. ദേ, ഈ രാത്രി ഇങ്ങനെ തർക്കിച്ചു കളയാൻ എനിക്ക് നേരമില്ല. അടുത്ത ഉഴക്കാരൻ വരും മുമ്പ് എനിക്ക് മടങ്ങണം. ആരും വരില്ല. തിരുനീട്ടിയൊരു വിളക്ക് കോലായിൽ കത്തണുണ്ട്. അകത്തൊരു അതിഥിയുണ്ടെന്ന് അത് പറഞ്ഞോളൂ. ഇന്നത്തെ രാത്രി ഈ തമ്പുരാന് മാത്രമുള്ളതാണ്. മാധുരെന്താ നാണവും മാനും പാടില്ലേ? പറയായിരുന്നില്ലേ എനിക്ക് പറ്റില്ല എന്ന്? മാധു, അവതൊന്നും കാണിക്കരുത്. നമ്മളിരിക്കുന്ന ഈ വീടും സ്ഥലമെല്ലാം തമ്പ്രാന്റെ ഔദാര്യ. തമ്പ്രാൻ എങ്ങാനും പിണങ്ങിയ അപ്പനെ ഒരു പേടിയാനും വേണ്ട, ഞാൻ പറയാം. നാടുവാഴിയോട് കിടക്ക മാറ്റി വിരിക്കാൻ പറഞ്ഞോളൂ. പുഴയിൽ ചാടി ജീവൻ കളയേണ്ടി വന്നാലും നാടുവാഴിക്ക് വേണ്ടി കിടന്നു കൊടുക്കാൻ ഈ മാധുവിന് കിട്ടില്ല. കയ്യും കാലും പിടിച്ചു കെട്ടി കൊണ്ടുപോകണം അവളെ. മോളെ മാധു, പിടിക്കവളെ. മാധു, അവിടെ നിൽക്ക്. അപ്പം പറയണത് കേക്ക്. മാധു, രക്ഷിക്കണം മണിക്കര. എന്താ
എന്നോട് ദേവദാസി പറയ്ക്ക് ചെല്ലാൻ പറയാം അവര്. അടിയന് ദേവദാസി ആവണ്ട, ഞാൻ ഈ നാട് വിട്ടു പൊക്കോളാം. എവിടെയും പോയി ചത്താലും വേണ്ടില്ല. ഒരു തേവിടിശയായി പുഴി അരിച്ച് ചാവാൻ പറ്റില്ല പണിക്കരെ, രക്ഷിക്കണം. എന്താ ചാത്തു ഇത്? സ്വന്തം ചോരയെ വേശ്യപ്പണിക്ക് വിടാൻ നിനക്ക് നാണമില്ലേ? വേണമെന്ന് വെച്ചിട്ടല്ല പണിക്കരെ, ഗതികേട് കൊണ്ടാ. അനുസരണക്കേട് കാണിക്കാൻ പേടിയാ. പണിക്കർക്ക് അറിയാലോ കാര്യങ്ങൾ. എല്ലാം പെറുക്കി കെട്ടി ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടേണ്ടി വരും. ചിലപ്പോ ജീവനും. നാടുവാഴിക്കും നമ്പൂതിരിക്കും കയറി നിരങ്ങാനുള്ളതല്ല ഈ നാട്ടിലെ പെണ്ണിന്റെ മാനം. നിങ്ങളെ ഇവിടുന്ന് ആരും ഓടിക്കില്ല. അതിന് ഈ രാമപ്പണിക്കരെ ഇലവെട്ടി കിടത്തേണ്ടി വരും. എന്തേ പണിക്കരൊന്നും പറഞ്ഞില്ല? ഉറവാളെ പെണ്ണിനോട് പണിക്കർക്ക് എന്താ പ്രേമാണോ? ഞാനെന്തു പറഞ്ഞാലും നിങ്ങൾക്കൊന്നുമില്ല. പിന്നെ ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടെന്താ കാര്യം? പണിക്കർ അങ്ങനെ അങ്ങ് ഒഴിയണ്ട. ചോദിച്ചതിന് മറുപടി എന്നിട്ട് പോയാൽ മതി. ദേവദാസിയുടെ വേഷം കെട്ടി ഈ നാട്ടിൽ നിന്ന് ഇനിയൊരു പെണ്ണും ദേവദാസിപുരയുടെ പടി താണ്ടില്ല തമ്പ്ര. ഈ പണിക്കരതിന് സമ്മതിക്കില്ല. നിങ്ങൾ നാടുവാഴികളും നമ്പൂതിരികളും ചേർന്നല്ലേ ക്ഷേത്രമുറ്റങ്ങളെ വ്യഭിചാരശാലകളാക്കിയത്, ക്ഷേത്രകലകളെ നശിപ്പിച്ചത്? ഒരിക്കൽ എല്ലാവർക്കും ദൈവതുല്യരായിരുന്നില്ലേ ദേവദാസികൾ? ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ച മഹാരികളെ ഒടുവിൽ തേവിടിച്ചുകളെന്ന് മുദ്രകുത്തി തെരുവിലേക്കെറിഞ്ഞത് നിങ്ങളല്ലേ? ഇനി മതിയാക്കാം. അറിവും വിവരവും വെച്ചൊരു തലമുറയുണ്ട് ഇവിടെ. അവരോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. വടക്കോ പഠിക്കലേ, ഞങ്ങളെ പിള്ളേർ പറയാ താനാരാ? ഞാനൊരു മനുഷ്യനാണ്, മനനം ചെയ്യുന്നു. നിങ്ങളും അങ്ങനെയാവുമെന്ന് ഞാൻ കരുതുന്നു. പറഞ്ഞത് ധിക്കാരമല്ല, പൊരുളാണ്. തെറ്റുണ്ടെങ്കിൽ ഈ കണ്ണശപ്പറമ്പ് രാമപ്പണിക്കരെ കഴിവേറ്റാം. ഇവിടെ ശീലിച്ചു വരുന്നൊരു വ്യവസ്ഥിതി ഉണ്ട് പണിക്കരെ. അതിന് മീതൊരു കൊടിക്കൂറും ഇവിടെ പറഞ്ഞ. 4 അക്ഷരം പഠിച്ചതിന്റെ കുങ്കാണവന്. അഹങ്കാരി, കാണിച്ചു കൊടുക്കാവനെ. ഒരു രാമപ്പണിക്കര് നമ്പൂതിരി സംഘത്തെ വിറപ്പിച്ചു പറയണ കേട്ടല്ലോ. വിനാശകാലേ വിപരീത ബുദ്ധി. അല്ല, ഇത് നട്ടലില്ലാത്തവന്റെ ആത്മഗതമാണ്. ആർക്കും വേണ്ടാത്ത വാരസ്ത്രീകളായ ദേവദാസികൾക്ക് വേണ്ടി നമ്പൂതിരിമാരോട് കൊമ്പുകോർത്ത പണിക്കൊരാളൊരു കേമന. പുട്ടുകാട്ട് നടത്തി ദേവീ വിഗ്രഹത്തെ പാണിഗ്രഹണം ചെയ്ത ശൂദ്രകന്യകമാർ ഒരിക്കൽ ദേവതകളായി തന്നെയായിരുന്നു മരിച്ചിരുന്നതും. ഇപ്പോഴോ മാറ രോഗിയായി, അനാഥയായി, തന്തയില്ലാത്ത കുഞ്ഞുങ്ങളുടെ അമ്മയായി, ഒടുവിൽ ഭിക്ഷാന്തേഹിയായി. ഈ തൊലിയെല്ലാം ചുളിഞ്ഞ് ചോരയും നീരും വറ്റി തെരുവിലൊരു അനാഥപ്രേതം മാതിരി ഒരിക്കൽ ഞാനും പുഴുവരിച്ചു കിടക്കും. ജീവനുള്ള മറ്റൊരു മഹാരിയെ തേടി അങ്ങും പോയില്ലേ? അതൊക്കെ എന്തിനാ ഇപ്പൊ പറയണേ? ഒന്നുമില്ല, പറഞ്ഞേ ഉള്ളൂ. എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ വയ്യ രാമ. കുറെയൊക്കെ കർമ്മഫല. ലംഭടന്മാരായ തറവാട്ടുകാരണവന്മാരെല്ലാം വെറ്റി തൊലച്ചു. ശാന്തിയും പുഷ്പാഞ്ജലിയും ഒന്നും ഞങ്ങളുടെ പാരമ്പര്യമല്ല. വേറെ വഴിയില്ലല്ലോ രാമ. നമ്മുടെ കാര്യം പോട്ടെ, അകത്തുള്ളവർക്ക് ഉണ്ണാനും ഉടുക്കാനും കൊടുക്കണ്ടേ? ആളും അനാദി ഇല്ലാത്തൊരമ്പലത്തിൽ ശാന്തിപ്പണി തരായിട്ടുണ്ട്. ശാന്തി ഇത്തിരി കുറവാ. എല്ലാരും കൂട്ടി നാളെ കഴിഞ്ഞ് മടങ്ങാന്നിരിക്കുക. അപ്പോൾ ഇനി നിരണത്തേക്ക് ഇവിടെ ഇനി ആരാ രാമ? നിലം പൊത്താറായ ആർക്കും വേണ്ടാത്തൊരില്ല. കുറെ നരിച്ചീറുകളും പന്നിയലികളും അവറ്റകൾ ജീവിച്ചോട്ടെ അവിടെ. പ്രായം വല്ലാതെ കടന്നുപോയല്ലോ. നിനക്കൊരു വേളി കഴിച്ചൂടെ ദേവാ? വേളിയോ? എനിക്കോ? ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാടോ രാമ. ഏഭ്യൻ ബ്രഹ്മചര്യത്തിന്റെ കോണകം എടുത്ത് വലിച്ചെറിയൂ ദേവ. എന്നിട്ട് ആൺപിറപ്പായി ജീവിക്കൂ. ബ്രഹ്മചാരി ശതമർക്കട എന്ന് കേട്ടിട്ടില്ലേ? ബ്രാഹ്മണന്റെ നിയമം
അത് അനുവദിക്കുന്നില്ല രാമ. യാത്ര പറയാൻ വേണ്ടി മാത്രം വന്നതല്ല ഞാൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് രാമ നീ. രാജഭക്തിയേക്കാൾ മേലെയാണ് ബ്രാഹ്മണ ഭക്തി. അവർക്കിടയിൽ നിന്റെ ശബ്ദം ഒറ്റപ്പെട്ട പൂവുള്ളൂ രാമ. തൃക്കപാലീശ്വര ഭഗവാൻ നിനക്ക് നൽകിയ ആയുധമില്ലേ കയ്യിൽ? നാരായ, പ്രതിഷേധിക്കാൻ ഇതിലും വലുതൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. നീ എഴുതണം രാമ. നിനക്ക് മുന്നേ നടന്ന ശങ്കരനും മാധവനും നിനക്ക് വഴികാട്ടും. മരണത്തിന്റെ മണ്ണിൽ നിന്ന്, നിന്റെ എഴുത്തിൽ നിന്ന് നവോത്ഥാനത്തിന്റെ അക്ഷരങ്ങൾ തെളിയട്ടെ. ഞാൻ എഴുതും. എനിക്കെഴുതണം ദേവ. ഭാഷയും അറിവും അക്ഷരങ്ങളും നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി എനിക്കെഴുതണം ദേവ. അക്ഷരം പഠിക്കാൻ കഴിയാതെ പോയ ചെങ്കോടൻ്റെ നെഞ്ചിലെ തുടിപ്പും നിസ്സഹായതയും കണ്ടവനാണ് ഞാൻ. ഇവിടുത്തെ സാധാരണക്കാർക്ക് പാടാനും പറയാനും പറ്റണ ഒരു ഭാഷ വേണം എനിക്ക്. ഇനി എൻ്റെ ജന്മം അവിടേക്കുള്ള യാത്രയാണ്. നന്ദി ദേവ, ഒരു വെളിച്ചം കാണിച്ചു തന്നതിന്. നീ ലോകമറിയുന്നവനാകും രാമ. തൃക്കപാലീശ്വര ഭഗവാന്റെ മണ്ണും നിന്നെയും വിട്ടുപോകാൻ മനസ്സുണ്ടായിട്ടല്ല. ജീവിക്കാൻ വേറെ വഴിയില്ലാലോ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഇനിയും കാണാം. വിളിപ്പിച്ചത് ആ കണ്ണശപ്പറമ്പിൽ രാമപ്പണിക്കര് രാമായണം എഴുതിയത്രേ. അറിഞ്ഞു. താണ ജാതിക്കാർക്ക് വേണ്ടി ഭാഷ മാറ്റി എഴുതണേന്ന്. ഏതോ കുണം പറ്റിയ നമ്പൂരിയാര് കൂട്ടിനുണ്ടത്രേ. എന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വിളിപ്പിക്ക് അയാളെ വിചാരണയ്ക്ക്. രാമനൊന്നും പറഞ്ഞില്ല. മ്ലേച്ഛന്മാർക്ക് വേണ്ടി ഈ ബ്രാഹ്മണ കുലത്തെ മുഴുവൻ നീ അപമാനിച്ചു. ഈശ്വരേച്ഛ കൂടാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ലേ പറയാറ്? ഇതും ഈശ്വര നിയോഗം തന്നെ. ഞാൻ ജനിക്കണമെന്നുള്ളതും എഴുതണമെന്നുള്ളതും ദൈവനിയോഗമാണ്. അത് നിറവേറ്റപ്പെട്ടെന്ന് മാത്രം. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതേ. മനസ്സിലായോ പാണിക്കരെ? ബ്രാഹ്മണനാണ് തനിക്ക് ദൈവം. എനിക്കറിയാം. ബ്രാഹ്മണ്യത്തെ ഞാൻ ആദരിക്കുന്നു. ബ്രാഹ്മണനെ ഞാൻ ദൈവതുല്യനായി കരുതുന്നു. ജന്മം കൊണ്ട് എല്ലാവരും മനുഷ്യരാണ്. കർമ്മമാണ് അവനെ ഉത്തമനും അധമനുമാക്കുന്നത്. ബ്രാഹ്മണ്യത്തിൻ്റെ കള്ളപ്പുണൂല് ധരിച്ചവരോട് അന്നും ഇന്നും എന്നും എനിക്ക് പുച്ഛമാണ്. കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയവരെ കുമ്പിടാൻ എനിക്കൊരു മടിയുമില്ല. മഹത്തായ രാമായണ കാവ്യത്തെ മ്ലേച്ഛഭാഷയിൽ ചൊല്ലിക്കലാണോ ദൈവഹിതം? അത് ദൈവനിന്ദയാണ്. ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും പങ്കിട്ടെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? വിശ്വാസങ്ങളും അറിവുകളും നിഷേധിക്കപ്പെട്ടവർക്ക് അവൻ്റെ ദൈവഭാഷയിൽ ഞാനൊരു കാവ്യം എഴുതി. അതാണെൻ്റെ രാമായണം, കണ്ണശ്ശ രാമായണം. നിറഞ്ഞു നിന്ന ശൃംഗാരത്തിൻ്റെയും രതിയുടെയും പ്രവാള ചിന്തയിലല്ല, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ചിന്തയിലേക്കാണ് ആ മഹാകാവ്യത്തെ ഞാൻ പകർത്തിയത്. കണ്ണശപ്പറമ്പിൽ രാമപ്പണിക്കരുടെ രാമായണം, കണ്ണശ്ശ രാമായണം. ആരോട് ചോദിച്ചിട്ട്? എന്ത് ധൈര്യത്തിലാണ് നീ ചെയ്തത്? തൃക്കുപാലേശ്വര ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും കൊണ്ടാണ് ആ കർമ്മം ഞാൻ നിർവഹിച്ചത്. അതെൻ്റെ കടമയാണ്. ചില നിയോഗങ്ങൾ ശക്തമാണ് തമ്പ്ര. അതിൻ്റെ കടമ നിറവേറ്റാതെ അത് മടങ്ങിപ്പോവില്ല, ആരൊക്കെ എതിർത്താലും. ദൈവത്തെയും ബ്രാഹ്മണനെയും നിന്ദിച്ച നീ അതിന്റെ കർമ്മഫലം അനുഭവിക്കാതെ ഈ ഭൂമിന്ന് പോവില്ല. ബ്രാഹ്മണ ശാപം.
ഇനി വിചാരണകൾക്ക് വരാനും നിന്ന് തരാനും എനിക്ക് നേരമില്ല. യാത്രകൾ ഇനിയും ബാക്കിയാണ്. പോകാൻ അനുവദിക്കണം. അങ്ങേ കാണാൻ ആരോ പൂമുഖത്ത് വന്നിരിക്കുന്നു. ആരാ? വരാൻ പറയൂ. ആരാ? എവിടുന്നാ? ഞാൻ തുഞ്ചത്ത് രാമാനുജൻ, എഴുത്തച്ഛൻ കുടുംബമാണ്. വേട്ടത്ത് നാട്ടിലെ തൃക്കണ്ടിയൂരാണ് സ്വദേശം. അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഒന്ന് കാണാനും പരിചയപ്പെടാനും വേണ്ടി മാത്രം വന്നതാണ്. സന്തോഷം. അങ്ങനെ കാണാനും പരിചയപ്പെടാനും മാത്രം വലിയ ആളൊന്നുമല്ല ഞാൻ. അതങ്ങയുടെ വലിയ മനസ്സ്. അങ്ങയെ കാണാനും അറിയാനും പിന്തുടരാനും ഏറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആനന്ദാമൃതസാരം അരൂപം അശേഷ ജഗത് പരിപൂർണവും ആയേ. ആനന്ദാമൃതസാരം അരൂപം അശേഷ ജഗത് പരിപൂർണവും ആയേ. താൻ അന്തവുമാദിയുമില്ലാത്ത ചരാചരഭൂതനിദാന സ്വരൂപം മാനം കൊണ്ട് ഈശ്വരഹിതം പോലെ എൻ്റെ ജന്മനിയോഗം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ജീവിത സായാഹ്നത്തിൻ്റെ പടവുകൾ താണ്ടി ഈശ്വരപാദം പോകാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. എങ്കിലും മനസ്സിലിപ്പോഴും മുറിപ്പാടുകൾ ബാക്കിയാണ്. അനിവാര്യമാകുന്ന മാറ്റങ്ങൾക്ക് സാക്ഷിയാകുമ്പോഴും കാലത്തിൻ്റെ പുഴക്കെട്ടിനുമപ്പുറം ഇനിയും മാറാത്ത വ്യവസ്ഥിതിയിൽ ബന്ധിപ്പിക്കപ്പെട്ടുപോയ ചെങ്കോടന്മാരുടെ കുലം പുതിയ പ്രഭാതം കാത്തിരിക്കുന്നു. വേദനയാണത്. പുതുവഴിയിൽ വെളിച്ചം തെളിച്ചവരെല്ലാം കൂടൊഴിഞ്ഞു. ബാക്കിയായ കർമ്മങ്ങൾ ഈശ്വരപാദത്തിൽ അർപ്പിച്ച് ദേഹവും ദേഹിയും ഇഴപിരിയും വരെ ഞാനും ഈശ്വര സേവയിൽ സ്വസ്ഥത തേടുകയാണ്. ശാന്തി, ശാന്തി, ശാന്തി.